29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് ഔദ്യോഗികമായ സമാപനമായി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് സംവിധായിക പായൽ കബാഡിയയ്ക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചു. 5 ലക്ഷം രൂപയും ഫലകവുമാണ് സമ്മാനം. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ 5 പുരസ്കാരങ്ങളാണ് സ്വന്തമാക്കിയത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, അങ്ങനെ 29ാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം സമാപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? കാളിദാസൻ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു 29ാമത് ചലച്ചിത്ര മേള അവസാനിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ നിരവധി പുരസ്കാരം കൊണ്ട് വലിയ ആഘോഷത്തോടെയാണ് ഇപ്പോൾ മലയാള സിനിമ മടങ്ങുന്നത്. അതായത് ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരമായി സംവിധായികയായി പായൽ കബാഡിയയ്ക്ക് ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് എന്ന ചിത്രത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി ചലച്ചിത്ര പുരസ്കാരങ്ങൾ മലയാള സിനിമകൾക്ക് ലഭിച്ചു. മികച്ച മലയാളം പുതുമുഖ സംവിധായകയായി നെറ്റ്പാക് പുരസ്കാരം ശിവരഞ്ജിനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരവധി അവാർഡുകൾ, അതോടൊപ്പം തന്നെ ഒരു പരാതി പോലും ഇല്ലാതെ വലിയ രീതിയിലുള്ള ഒരു അനുഭവമുള്ള ഒരു ചലച്ചിത്ര മേളയായിരുന്നു ഇത്തവണ എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. പഴയകാല ചലച്ചിത്ര പ്രമുഖരെ ഓർമ്മിക്കുന്ന ഒരു ചലച്ചിത്ര മേള കൂടിയായിരുന്നു. പഴയകാല വലിയ മികച്ച നടിമാരായി പ്രവർത്തിച്ച നായികമാരെയൊക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിപാടിയിൽ പങ്കെടുപ്പിച്ച ഒരു ചലച്ചിത്രമേള കൂടിയായിരുന്നു ഇത്തവണ. അതോടൊപ്പം തന്നെ പ്രത്യേക അവാർഡുകൾ ലഭിച്ചിരുന്നു. അന്താരാഷ്ട്ര മത്സര ചിത്രമായി 2 പേർക്ക് മികച്ച അഭിനേതാവായിട്ടുണ്ട്. അനഘ രവി അപ്പോളം എന്ന ചിത്രം, ചിന്മയ സിറ്റി റിതം ഓഫ് ദമാം എന്ന ചിത്രത്തിനും അവാർഡുകൾ ലഭിച്ചു. പ്രത്യേക ജൂറി പരാമർശമായി സാങ്കേതിക വിഭാഗത്തിന് ഫെമിനിസ്റ്റ് ഫാത്തിമ അടക്കമുള്ള നിരവധി ചിത്രങ്ങൾ. രജത ചകോരം ലഭിച്ചത് അവാർഡ് ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് ഫർഷാദ് ഹാഷ്മി ആണ്. അതായത് മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് 26 അതേഴ്സ് എന്ന ഒരു ഇറാനിയൻ ചിത്രത്തിനാണ്. അതോടൊപ്പം തന്നെ സുവർണ ചകോരം ലഭിച്ചത് 20 ലക്ഷം രൂപയും ഒക്കെ ലഭിച്ചത് മലു എന്ന ബ്രസീലിയൻ ചിത്രത്തിനാണ്. അങ്ങനെ ഓഡിയൻസ് പോൾ അവാർഡ് കൂടി ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. അങ്ങനെ വലിയ അവാർഡുകളാണ് ലഭിച്ചത്. നിരവധി മാധ്യമ അവാർഡുകളും ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു. തിയേറ്റർ അവാർഡുകളും പ്രഖ്യാപിച്ചിരുന്നു. മികച്ച തിയേറ്റർ കൈരളി തിയേറ്ററാണ്. അങ്ങനെയുള്ള ഒരു വലിയ ഒരു അവാർഡ് ദാന ചടങ്ങ് കൂടി പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ചലച്ചിത്രമേള അവസാനിച്ചിരിക്കുന്നത്. ഈ നീണ്ട ദിവസങ്ങളിലെല്ലാം ചലച്ചിത്രമേളയ്ക്ക് വലിയ സ്വീകാര്യതയാണ്. മികച്ച ചിത്രങ്ങളെയെല്ലാം ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. എല്ലാം ചിത്രങ്ങൾക്ക് മികച്ച പ്രതികരണം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ സിനിമ ഒരു മേള തന്നെയായിരുന്നു. അതിന് അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പോടെ കൂടി തന്നെയാണ് ഡെലിഗേറ്റ്സുകളെല്ലാം അടങ്ങിയത്. 13,000-ഓളം ഡെലിഗേറ്റ്സുകൾ പങ്കെടുത്തിരുന്നു ഇത്തവണ. മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള കവറേജുകൾ നൽകിയിരുന്നു. അത്രത്തോളം ഒരു മികച്ച സിനിമ മേള തന്നെയായിരുന്നു, ചലച്ചിത്രമേള തന്നെയായിരുന്നു 29ാം ചലച്ചിത്രമേള. ഇന്ന് തിരശ്ശീല വീണതാണ്. ഇന്നത്തോടെ തിരശ്ശീല വീഴുകയാണ്. ഏതായാലും അടുത്ത തവണത്തേക്കുള്ള ഒരു കാത്തിരിപ്പ് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചലച്ചിത്രമേള ഇന്ന് അവസാനിച്ചത്. അതെ, അത് തന്നെയാണ്. എന്തായാലും അടുത്ത വർഷത്തെ ചലച്ചിത്രോത്സവത്തിലേക്ക് ഒരു കാത്തിരിപ്പ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ എന്തായാലും 29ാമത് കേരള ചലച്ചിത്രോത്സവം സമാപിച്ചിരിക്കുന്നു. തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിൽ പരാതികളൊന്നും ഉയർന്നിട്ടില്ല. മുൻപത്തെ ചലച്ചിത്രോത്സവങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും അധികം പരാതികളൊന്നും ഉയരാത്തൊരു ചലച്ചിത്രോത്സവം കൂടിയാണ് 29ാമത് കേരള ചലച്ചിത്രോത്സവം എന്നുകൂടി പറയാം. ചില സാഹചര്യങ്ങളിൽ ഓൾ വി ഇമാജിൻ എസ് ലൈറ്റിൻ്റെ പ്രദർശനത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രദർശനത്തിനിടെ നേരിട്ട ചില സംഘർഷങ്ങൾ, അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒഴിച്ചു നിർത്തിയാൽ ഈ മേള 29ാമത് IFFK വളരെ മികച്ച രീതിയിൽ തന്നെ നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ നടത്താൻ സർക്കാരിന് സാധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.